നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ റജീം ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. ഇസ്രയേലിൽ റജീം ചേഞ്ച് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഈ രണ്ട് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും ഇറാനിലെ റജീം ചേഞ്ചിന് വേണ്ടി വാചാലരായിരുന്നല്ലോ. ഇറാനിൽ ഇപ്പോൾ തന്നെ ഖമനേയി കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് നാമാവിശേഷമാക്കി കളയും. ഖമനേയി തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കും. ഖമനേയിയുടെ കുടുംബത്തെ ഇനി ബാക്കി വെക്കില്ല. ഖാസിം സോലമേനിയെ തീർത്തതുപോലെ, ഇറാനിലെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ തീർത്തതുപോലെ തിരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ ഏജന്റുമാർ കശാപ്പ് ചെയ്ത് കളയും എന്നൊക്കെ ആയിരുന്നല്ലോ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ വെല്ലുവിളി. ഇപ്പോൾ അമേരിക്കയിൽ തൻ്റെ തടി സംരക്ഷിക്കാൻ വേണ്ടി തെക്കുവട കോടി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അധികാരം തീരും മുമ്പ് തന്നെ, അതായത് അധികാര കാലാവധിയായ 4 കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങേണ്ടി വരുമോ, വൈറ്റ് ഹൗസിൽ നിന്നും വൈറ്റ് വാഷ് ചെയ്യപ്പെടേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ട്രംപിന് ഈ ഒരു ബോധോദയം ഉണ്ടായത്. ഇറാനുമായി പോരാട്ടം തുടരണമെങ്കിൽ രാജ്യത്തിൻ്റെ തലവനായിരുന്നാൽ മാത്രമേ വാക്കിന് വിലയുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ വാപോയ കോടാലിയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളെ ഒന്നും പ്രസിഡന്റ് പുടിനോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ പോലും പഴയതുപോലെ വില വയ്ക്കുന്നില്ല. ആളുകൾ ജോ ബൈഡനുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോ ബൈഡന് നിലയും വിലയും മാന്യതയും ഉണ്ടായിരുന്നുവെന്നും ആ മാന്യതയുടെ അതിർവരമ്പുകൾ ജോ ബൈഡൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നും, ആരാണ് മോസ്റ്റ് പവർഫുൾ, കൂടുതൽ അധികാരമുള്ളത് എന്നതല്ല ഇവിടെ തർക്ക വിഷയം. അമേരിക്കയെ ജാള്യതയിലേക്ക് തള്ളിവിടുന്ന ഒരു നാണം കെട്ട പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന രീതിയിലാണ് ചർച്ചാ വിഷയങ്ങൾ പോകുന്നത്. ഇസ്രായേൽ പിന്നെ കൊണ്ടാലും കിട്ടിയാലും ഒന്നും പഠിക്കില്ല. അടി വാങ്ങിക്കെട്ടി ഇഞ്ചപരുവമായിരിക്കുന്ന അവസ്ഥയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവരുടെ രക്തത്തിൽ കറങ്ങുന്നതാണ് അഭയം കൊടുക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ നെയ്ബറിങ് കൺട്രീസിനെ, അതായത് അയൽവാസികളെ ഉപദ്രവിക്കുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സൈഡിൽ നിന്നും ആക്രമണം നേരിട്ട് കൊണ്ടേയിരിക്കും. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വരും വരായികൾ ആ വലിയ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ പിടിച്ചു കുലുക്കാൻ പോകുന്നു എന്ന് സാമ്രാജ്യത്വ മുതലാളിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പോ ഇറാൻ പുതിയൊരു നിബന്ധന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനാണല്ലോ മുൻകരുതലുകളായി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് അടച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണെന്നാണ്. ഇറാൻ പറയുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ദൂതരെ അയച്ചുകൊണ്ട് ചില മധ്യസ്ഥ വഹിക്കുന്ന രാജ്യങ്ങളോട് പറഞ്ഞ് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലറും ഒക്കെ ഇതിനു വേണ്ടിയുള്ള മധ്യസ്ഥ നീക്കം നടത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഫ്രാൻസുമായി ഇറാൻ മോശമല്ലാത്ത രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചാ വിഷയം മധ്യസ്ഥ രീതിയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആരെങ്കിലും ഒരു പ്രതിനിധി രാജ്യമായി ചർച്ചാ വിഷയത്തിലേക്ക് മുന്നിട്ട് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയിലായിരിക്കും റജീം ചേഞ്ച് എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.